ഉണ്ണിയപ്പം ഇല്ലാതെ എന്ത് വിഷു അല്ലേ? അപ്പോൾ ഈ വിഷുവിന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇൻസ്റ്റൻ്റ് ആണെന്ന് മാത്രമല്ല ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിൽ ശർക്കര ഉരുക്കാനായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ റോബസ്റ്റ പഴമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് മെയിൻ ട്വിസ്റ്റ്. നമുക്ക് റോബസ്റ്റ പഴം ആയാലും മതി. ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇടുക. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചൂടോടുകൂടി ചേർക്കണം. നോട്ട് ദ പോയിൻറ്റ്, ചൂടോടുകൂടി. എന്നിട്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പഴവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ മിക്സ് ചെയ്യുന്ന കുഞ്ഞിക്കൈ എൻ്റെ ഹെൽപ്പറാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് എള്ളും കൂടെ ചേർക്കാം. എനിക്ക് ഈ തേങ്ങാക്കൊത്ത് ഉണ്ണിയപ്പത്തിൽ കിടക്കുന്ന വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്ത് തേങ്ങാക്കൊത്തും ഈ സമയത്ത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ വറുക്കാനായിട്ട് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയുടെ അകത്തോട്ട് നമ്മൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഞാൻ റോബസ്റ്റ പഴവും യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാലിപ്പൂവൻ പഴവും യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പാളയംകുടം പഴം കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. അത് കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്കിത് രണ്ടും യൂസ് ചെയ്യാം. രണ്ടിൻ്റെ റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ. രണ്ടും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്.